ഹായ്, എൻ്റെ പേര് ഹാരിഷ, സർട്ടിഫൈഡ് വെൽനസ് കോച്ചാണ്. ഇന്ന് ലോകത്തെമ്പാടുമുള്ള ഒത്തിരി ആളുകൾക്ക് ഹെൽത്തി ഡയറ്റ് ഫോളോ അപ്പ് എല്ലാം കൊടുത്ത് ഹെൽത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ല ആരോഗ്യം വേണം എന്നുള്ളത്. ഏതൊരാൾക്കും 3 ലക്ഷ്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് ഉണ്ടാവുക. ഒന്ന്, നല്ല ആരോഗ്യം വേണം. 2, സമ്പത്ത് വേണം. പിന്നെ ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു ലൈഫ് വേണം എന്നുള്ളത്. എന്നാൽ ഈ സമ്പത്താവട്ടെ, ഹാപ്പിനെസ് ആവട്ടെ, ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി അടക്കം ഒത്തിരി പേര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹെൽത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വെൽത്ത്, നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ 10,000 എന്ന് എഴുതിയത് കാണുന്നുണ്ടാവും അല്ലേ? ഈ 10,000 എന്ന് എഴുതിയതിൽ ഫസ്റ്റ് 1, പിന്നെ ഒരു 4 0 ആണ് കാണുന്നത്. ഈ 1 നമ്മുടെ ആരോഗ്യമാണെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് കാണുന്ന ഫസ്റ്റ് 0 നമ്മുടെ വർക്കാണെന്ന് വിചാരിക്കാം. അടുത്ത കാണുന്ന 0 നമ്മുടെ ഇൻകം ആണെന്ന് വിചാരിക്കാം. അടുത്ത നമ്മുടെ ഫാമിലിയാണ്. നെക്സ്റ്റ് 0 നമ്മുടെ ഡ്രീംസ് ആണെന്ന് വിചാരിക്കാം. ഈ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്താലേ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻകം ഏൺ ചെയ്താൽ നമുക്ക് നമ്മുടെ ഫാമിലിയെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ഡ്രീംസ്, ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒന്നാമത്തത് ആരോഗ്യമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇൻകം ഉണ്ടാവില്ല, നമുക്ക് ഫാമിലിയെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ഫാമിലിക്ക് ഒരു ഭാരമായിട്ട് മാറും. നമുക്കൊരു ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പേര് പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളാവട്ടെ, മുതിർന്നവരാവട്ടെ, പ്രായവ്യത്യാസമില്ലാതെ ഒരുപാട് പേര് ഓവർ വെയ്റ്റ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലോ ഓവർ വെയ്റ്റ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അമിതവണ്ണം വരാനുള്ള കാരണങ്ങൾ, വന്നാൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ പരിഹാര മാർഗ്ഗങ്ങൾ, പിന്നെ നിങ്ങൾ ഓവർ വെയ്റ്റ് ആണോ, ആണെങ്കിൽ എത്ര കൂടുതലാണ്, നിങ്ങളുടെ BMI കറക്റ്റ് ആണോ, എത്രയാണ് ഉള്ളത്, എത്ര കുറവാണോ അല്ലെങ്കിൽ കൂടുതലാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് കൃത്യമായി സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഓവർ വെയ്റ്റ് ആകുന്ന സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുന്നുണ്ട്. ഇന്ന് ഹൃദ്രോഗങ്ങളാവട്ടെ, സ്ട്രോക്ക് ആവട്ടെ, അതുപോലെ എല്ല് തേയ്മാന രോഗങ്ങൾ, ഒരുപാട് പെയിനുകൾ, ഹോർമോൺ പ്രശ്നങ്ങൾ, അതുപോലെ ലൈംഗിക പ്രശ്നങ്ങൾ, ശ്വസന പ്രശ്നങ്ങൾ, കരൾ രോഗം, ഹൈപ്പർ ടെൻഷൻ തുടങ്ങി ചെറുതും വലുതുമായ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ഒരു ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ അമിതവണ്ണം ഇന്ന് കാരണമാകുന്നുണ്ട്. ഇത് മുതിർന്നവരിൽ മാത്രമല്ല, മുമ്പൊക്കെ മുതിർന്നവരിൽ നമ്മൾ കേട്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് ചെറിയ കുട്ടികൾക്കടക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് വന്ന ചില വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. 2-ാം വയസ്സുകാരി കുഴഞ്ഞു വീണ് മരിക്കുന്നു, ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് ഹൃദ്രോഗം വരുന്നു, ഹൃദയാഘാതം വരുന്നു, തുടങ്ങി ഒരുപാട് വാർത്തകൾ നമ്മളിന്ന് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്നുള്ള കാര്യം. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം അത് ബേസ് ചെയ്തിട്ടാണ്. അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടാം. അതില്ലെങ്കിൽ നേടിയതെല്ലാം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാൾ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഐഡിയൽ വെയിറ്റ് ആയിരിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റിനനുസരിച്ചായിരിക്കണം നമ്മുടെ വെയിറ്റ് ഉണ്ടായിരിക്കേണ്ടത്. ദൈവം നമ്മൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മൾ എത്രയാണോ ഹൈറ്റ് വരുന്നത് അതിനനുസരിച്ചുള്ള വെയിറ്റിന് വേണ്ട അവയവങ്ങൾ നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മുടെ ഹൈറ്റ് ഉള്ളത് അതനുസരിച്ച് നമ്മൾ വെയിറ്റ് വന്നാൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്ടുകളും ഓരോ അവയവങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഓവർ വെയിറ്റ് ആകുന്ന സമയത്ത് ഓവറായിട്ട് നമ്മുടെ ഓരോ പാർട്ടുകളും ഓരോ ഓർഗൻസുകളും അമിതമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ചായിരിക്കണം നമ്മുടെ വെയിറ്റ് ഉണ്ടാകേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൈറ്റും വെയിറ്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ മറ്റൊരു കാര്യം, നമ്മുടെ BMI കറക്റ്റ് ആയിരിക്കണം. ആ BMI എത്രയാണെന്നുള്ള കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതേപോലെ ബോഡി ഫാറ്റ്, വിസറൽ ഫാറ്റ്, ബോഡി ഏജ്, ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ഐഡിയൽ വെയിറ്റ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഐഡിയൽ വെയിറ്റ് ആണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോർമുല പറഞ്ഞുതരാം. നിങ്ങളുടെ ഹൈറ്റ് ഒന്ന് നോക്കാം. സെൻറ്റിമീറ്ററിൽ നിങ്ങൾ ഹൈറ്റ് നോക്കാം. അപ്പോൾ നമ്മൾ തയ്യൽ മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന ടാപ്പോ അല്ലെങ്കിൽ സ്കെയിലോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റ് നോക്കാൻ പറ്റും. അപ്പോൾ ഹൈറ്റ് നോക്കി സെൻറ്റിമീറ്ററിൽ നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് 102 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണ് വെയിറ്റ് വേണ്ടത് എന്ന് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് സേഫ് സോണിലുള്ള ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ആണെന്ന് വെക്കാം. അപ്പോൾ അതിൽ നിന്ന് 102 കുറച്ചാൽ 63 കിലോ ആണ് നിങ്ങൾ വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ 70 കിലോ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 7 കിലോ നിങ്ങൾ ഓവർ വെയിറ്റ് ആണ്. ഇനി 80 കിലോ നിങ്ങൾ ഉണ്ടെങ്കിൽ 17 കിലോ നിങ്ങൾ ഓവർ വെയിറ്റ് ആണ്. അങ്ങനെ നിങ്ങളുടെ ഹൈറ്റിൽ നിന്ന് 102 കുറച്ച് നിങ്ങളുടെ വെയിറ്റിൽ നിന്ന് ആ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നിങ്ങൾ എത്ര ഓവർ വെയിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു കാര്യമാണ് BMI കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓവർ വെയിറ്റ് ആണ് എന്നതിൻ്റെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് ഈ ഒരു BMI കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് കാണുന്ന ഇപ്പോൾ ഒരു ഫോട്ടോ കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ അല്ലേ, അതിൽ സെക്കൻഡ് കാണുന്ന ആ ഒരു ഷേപ്പ്, അതിലാണ് ഒരു ഐഡിയൽ ഷേപ്പ് എന്ന് പറയുന്നത്. അതിലാണ് നമ്മുടെ ഷേപ്പ് വരേണ്ടത്. അതിനേക്കാൾ കുറയുന്ന സമയത്ത് ഒരു 18 താഴത്തേക്ക് പോകുമ്പോൾ നമ്മൾ അണ്ടർ വെയിറ്റിലേക്ക് പോകും. 24 മുകളിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഓവർ വെയിറ്റ്, ഒബീസ്, എക്സ്ട്രീം ഒബീസ് എന്ന് പറയുന്ന ഓരോ സ്റ്റേജിലേക്ക് നമ്മളിങ്ങനെ മാറുകയാണ് ചെയ്യുക. ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി BMI വ്യത്യാസം വരുന്നു, ഒരുപാട് സൗന്ദര്യ പ്രശ്നങ്ങൾ വരുന്നു എന്നതിലപ്പുറം ഓരോ സ്റ്റേജിലേക്ക് നമ്മൾ മാറുമ്പോഴും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ BMI എങ്ങനെ കണക്കാക്കുക?
എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ വെയിറ്റ് നോക്കിയിട്ടുണ്ടാവുമല്ലോ, വെയിറ്റ് അറിയല്ലോ, ഈ വെയിറ്റ് നിങ്ങൾ കിലോഗ്രാമിൽ നോക്കിയിട്ടുണ്ടാവുമല്ലോ. ഈ വെയിറ്റിൽ നിന്ന് നിങ്ങളുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റർ സ്ക്വയർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? BMI കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് BMI നോക്കുക എന്നുള്ളത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹൈറ്റ്, വെയിറ്റ് ഇത് രണ്ടും നമുക്ക് അറിയെങ്കിൽ BMI നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ്, ആ വെയിറ്റിനെ ഹൈറ്റ് മീറ്ററിൽ നോക്കി അതിൻ്റെ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ മതി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് നോക്കുക. ഇപ്പോൾ ഉദാഹരണം 80 കിലോ ആണെന്ന് വെക്കാം. നിങ്ങളുടെ ഹൈറ്റ് മീറ്ററിൽ എടുക്കുമ്പോൾ ഒരു 165 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുന്നത്, മീറ്ററിലേക്ക് മാറുമ്പോൾ 1.65 ആയിരിക്കും ഉണ്ടാവുക. ഈ 1.65നെ 2 കൊണ്ട് ഗുണിക്കാം, അപ്പോൾ സ്ക്വയർ ആയി കിട്ടും. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2.72 ആണ് നമുക്ക് എന്ത് ചെയ്യാം വരാം. ഇനി നമ്മളുടെ വെയിറ്റിനെ, അതായത് 80 അല്ലേ നമ്മളൊരു ശരാശരി കണ്ടത്, ഈ 80നെ 2.72 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ BMI 29.4 അതുപോലെ നിങ്ങളുടെ വെയിറ്റിനെ നിങ്ങളുടെ ഹൈറ്റ് മീറ്റർ സ്ക്വയർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ BMI എന്ന് കിട്ടും. ഇത് 18ന്റെ താഴെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അണ്ടർ വെയിറ്റിലാണ്, നിങ്ങൾ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇനി 24ന്റെ മുകളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആണ്, വെയിറ്റ് കുറയ്ക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയൽ വെയിറ്റും BMI നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കി ഇതിൻ്റെ കമൻറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഐഡിയൽ വെയിറ്റും എത്ര വെയിറ്റ് കൂടുതലുണ്ടെന്നുള്ളതും നിങ്ങളുടെ BMI ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇത് നോക്കാൻ മനസ്സിലാകുന്നില്ല, അറിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ BMI അത് ഐഡിയൽ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. ഇനി നമ്മൾ ഓവർ വെയിറ്റ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇപ്പോൾ നിങ്ങളൊരു ഹ്യൂമൻ ബോഡി കാണുന്നുണ്ടാവും, ഒരു ഹ്യൂമൻ ബോഡി നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൽ ഓർഗൻസ്, നമ്മുടെ എല്ലുകൾ, ഇതിനൊന്നൊരു മാറ്റം വരുന്നില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഓവർ വെയിറ്റ് ആകും തോറും നമ്മുടെ ബോഡിയിലെ ഫാറ്റിൻ്റെ അളവാണ് കൂടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കൂടുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ, ഇപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ബോഡി ഫാറ്റ് എന്ത് ബാധിച്ചിട്ടുണ്ടാവും. ചിലർക്ക് ചെറിയ ഏരിയയിൽ കൂടുതലായിട്ട് ഫാറ്റ് കാണുമെങ്കിലും ടോട്ടൽ ബോഡിയിൽ ഫാറ്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ രക്തക്കോയിൽ അതിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നതാണെങ്കിൽ അത് ഇങ്ങനെ രണ്ട് ഭാഗത്തും ഫാറ്റ് പിക്ചറിൽ കാണുന്നത് പോലെ ഫാറ്റ് അടിഞ്ഞുകൂടി അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഗ്യാപ്പ്, രക്തം പമ്പ് ചെയ്യുന്ന ഗ്യാപ്പ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ അറ്റാക്ക്, സ്ട്രോക്ക്, ബ്ലോക്ക് പോലത്തെ പല അസുഖവും വരാനുള്ള മെയിൻ റീസൺ ഈ ഒരു ബോഡി ഫാറ്റ് കൂടുന്നതാണ്. ഇത് ജെൻസ് ആകുമ്പോൾ 10ന്റെയും 20ന്റെയും ഇടയിലാണ് ബോഡി ഫാറ്റ് വരേണ്ടത്. ലേഡീസ് ആകുമ്പോൾ 20ന്റെയും 30ന്റെയും ഇടയിലാണ് വരേണ്ടത്. ഓവർ വെയിറ്റ് ആണെങ്കിൽ നമ്മളുടെ ഫാറ്റ് ഇതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതലായിട്ട് കാണും. അതുപോലെ മറ്റൊരു ഫാറ്റാണ് വിസറൽ ഫാറ്റ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയ ഹാർട്ട്, ലിവർ, പാൻക്രിയാസ് ഇതിനൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഫാറ്റിനാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു ഹാർട്ടിൻ്റെ ഫോട്ടോ കാണുന്നുണ്ടാവും അല്ലേ, അതിൽ ഫസ്റ്റ് കാണുന്നത് ഹെൽത്തി ഹാർട്ടാണ്, സെക്കൻഡ് കാണുന്നത് ഫാറ്റി ആയ ഹാർട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ഹാർട്ടാണെങ്കിൽ നമ്മൾ ഹെൽത്തി ഹാർട്ടാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. പക്ഷേ ഓവർ വെയിറ്റ് ആകുമ്പോൾ സെക്കൻഡ് പാർട്ടിലായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് നമുക്ക് ഒരുപാട് കിതപ്പ്, തരിപ്പ് ഇതൊക്കെ നമുക്ക് വിസറൽ ഫാറ്റ് കൂടുമ്പോൾ നമുക്ക് ഫസ്റ്റ് അനുഭവപ്പെടുക. അതാണ് പിന്നെ ഹൃദ്രോഗങ്ങളിലേക്കും അതുപോലെ ഒരുപാട് മാരക പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. ഇത് ജെൻസ് ആവട്ടെ ലേഡീസ് ആവട്ടെ ഒരു 1 to 7 ഉള്ളിലാണ് നിൽക്കേണ്ടത്. പക്ഷേ ഓവർ വെയിറ്റ് ആകുമ്പോൾ അത് ഒരുപാട് കൂടുതലായിരിക്കും. ഇങ്ങനെ കൂടുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ചില ലക്ഷണങ്ങൾ നമ്മുടെ ബോഡി കാണിച്ചു തരും. അതാണ് കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്ക് നമുക്ക് കിതപ്പ് വരുന്നു, അതുപോലെ ക്ഷീണം നന്നായിട്ട് വരുന്നു, സ്റ്റെപ്പ് കയറുമ്പോഴേക്ക് ഇതേപോലെ കിതപ്പ്, ക്ഷീണം വരുന്നതും ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഓവർ ഫാറ്റും വിസറൽ ഫാറ്റൊക്കെ കൂടുമ്പോൾ നമുക്ക് ബോഡി കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളാണ്. അതുപോലെ നമ്മുടെ പൊക്കിൾ ചുറ്റളവ്, നമ്മുടെ ഹൈറ്റ് എത്രയാണോ അതിൻ്റെ പകുതിയാണ് നമ്മുടെ പൊക്കിൾ ചുറ്റളവ് വേണ്ടത്, അതും ഒരുപാട് കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ മറ്റൊരു കാര്യമാണ് ബോഡി ഏജ് എന്ന് പറയുന്നത്. ബോഡി ഏജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ 2 പേരുടെ ഫോട്ടോ കാണുന്നുണ്ടാവും. ഈ 2 പേരും സെയിം ഏജ് ആണ്. പക്ഷേ ഒന്നാമത്തെ ആളുടെ ബോഡി ഹെൽത്തി ആക്കി ഫിറ്റ് ആക്കിയിട്ട് വെച്ചു, രണ്ടാമത്തെ ആൾ അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റും ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്ത് അൺഹെൽത്തി ആക്കി പോയി. ഇപ്പോൾ 2 പേരെയും കാണുമ്പോൾ നമുക്ക് പ്രായം തന്നെ ഓവറായിട്ട് തോന്നിക്കും. അപ്പോൾ ബോഡി ഏജ് ഒന്നാമത്തെ ആൾ അപേക്ഷിച്ച് രണ്ടാമത്തെ ആൾക്ക് ഒരുപാട് കൂടുതലായിരിക്കും. നോർമൽ ഭൂമിയിലേക്ക് വന്നിട്ട് സെയിം ഏജ് ആണ്, പക്ഷേ ബോഡി ഏജ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോൾ 40 വയസ്സുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം ഓവർ വെയിറ്റ് മറ്റൊക്കെ ആണെങ്കിൽ ബോഡി ഏജ് 55 60 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രായക്കാർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, ബുദ്ധിമുട്ട്, ക്ഷീണം കാര്യങ്ങളൊക്കെ ഒരുപാട് നേരത്തെ 40-ാം വയസ്സിൽ തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബോഡി ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ബോഡി ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ അതിലോട് കൂടെ തന്നെ നമ്മുടെ ബോഡി ഫാറ്റ്, വിസറൽ ഫാറ്റ്, BMI, ബോഡി ഏജ് ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ കൂടെ നമ്മുടെ ബോഡി ഇങ്ങനെ ഒരു കറക്റ്റ് ഷേപ്പിലാവുക എന്നത് ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ബോഡിക്ക് വേണ്ട പോഷകാഹാരങ്ങൾ കറക്റ്റായിട്ട് കിട്ടണം എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ മാത്രമാണ്, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ്, പോഷകാഹാരം നമ്മുടെ ബോഡിയിലേക്ക് ഡെയിലി നീഡുകൾ ഡെയിലി എന്തായിരിക്കണം കിട്ടിയിരിക്കണം. അതിൽ വിറ്റാമിൻസ് ബോഡിക്ക് ആവശ്യമുണ്ട്, മിനറൽസ് ആവശ്യമുണ്ട്, പ്രോട്ടീൻസ് ആവശ്യമുണ്ട്, അതുപോലെ ഫൈബർ ആവശ്യമുണ്ട്, നല്ല ഫാറ്റ് ആവശ്യമുണ്ട്, കൂടെ റെസ്റ്റ്, എക്സസൈസ്, വാട്ടർ ഇതെല്ലാം ബോഡിക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ കിട്ടണം. അത് എന്താണോ കിട്ടേണ്ടത് അത് കറക്റ്റായിട്ട് കിട്ടുകയും എന്താണോ കിട്ടേണ്ടാത്തത് അത് ഒഴിവാകുകയും വേണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെട്രോളിൻ്റെ ഒരു വാഹനം നമ്മൾ എടുത്തെന്ന് വിചാരിക്കാം. അങ്ങനെ പെട്രോളിൻ്റെ വാഹനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒഴിക്കേണ്ടത് എന്താ? പെട്രോൾ ഒഴിക്കേണ്ടത്. അതിലേക്ക് ഡീസൽ ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ വാഹനം പെട്ടെന്ന് കേടായി പോലെ. ഇനി ഡീസൽ ഒഴിക്കേണ്ട വണ്ടിയാണെങ്കിൽ അതിലേക്ക് ഡീസലിനെ ഒഴിക്കണം. പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താവും? വണ്ടി കംപ്ലൈൻ്റ് ആവും. ഇതേപോലെ നമ്മുടെ ഒരു ബോഡി എന്ന് പറയുന്നത് നമ്മുടെ വാഹനമാണ്. ഈ വാഹനത്തിന് കൊടുക്കേണ്ടത് ഇതുപോലെ വിറ്റാമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയ കാര്യങ്ങളാണ്. അത് കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി കൂടുതൽ കാലം ഓടും, അതുപോലെ തന്നെ പ്രശ്നങ്ങളില്ലാതെ ഓടും. ഇല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? അസുഖങ്ങളും രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബോഡി ഫിറ്റ് ആക്കി വെക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ ബോഡിക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിലവിലെ ഒരു ഭക്ഷണരീതി നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒത്തിരി ഫാറ്റ്, ഓയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ ഓയിലി ഫുഡ്, എണ്ണ പലഹാരങ്ങൾ
പലഹാരങ്ങൾ, എണ്ണക്കടികൾ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് വേണ്ടാത്ത കൊഴുപ്പ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ ഹൈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന ചോറാവട്ടെ, ചപ്പാത്തി ആവട്ടെ, അതുപോലെ പുട്ടാവട്ടെ തുടങ്ങിയതിലൊക്കെ ഒത്തിരി കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. കുറച്ച് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്, പക്ഷേ അതാണ് നമ്മൾ ഹൈ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഷുഗർ, നോർമലി നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലും ഷുഗറിലൊക്കെ ഷുഗർ കണ്ടന്റ് വരുന്നുണ്ട്. അതിന് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഷുഗർ ധാരാളമുണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ ബേക്കറി ആയിട്ടും പലഹാരമായിട്ടും ചായ ആയിട്ടും കാപ്പി ആയിട്ടും ഒരുപാട് ഷുഗർ വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സാൾട്ട് ഇത്തിരി മതി, പക്ഷേ ഇന്ത്യക്കാർ ടോട്ടലി ഉപ്പ് നന്നായിട്ട് എടുക്കുന്ന ആളുകളാണ്. പിന്നെ കെമിക്കൽസ് നമ്മൾ തീരെ ഇൻടേക്ക് ചെയ്യേണ്ടാത്തൊരു സാധനമാണ്. പക്ഷേ നമ്മളൊന്ന് വിചാരിച്ചപ്പോൾ നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും കെമിക്കൽ എന്തായിട്ടുണ്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. നമ്മളിന്ന് വാങ്ങുന്ന പച്ചക്കറികളാകട്ടെ, ഫ്രൂട്ട്സുകളാകട്ടെ, അതിലേക്ക് ഒരിക്കലും ഒരുപാട് കെമിക്കൽ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്, നമ്മളത് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് തീരെ നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടാത്തതോ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമുള്ളതോ നമ്മൾ ഹൈ ആയിട്ട് ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ബോഡിക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രോട്ടീൻസ്. നമ്മുടെ ബോഡിക്ക് വേണ്ട ഫസ്റ്റ് ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾ എത്ര വെയിറ്റ് ഉണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻ ഡെയിലി നമ്മുടെ ബോഡിക്ക് കിട്ടിയിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ ഡെയിലി നമ്മുടെ ബോഡിക്ക് കിട്ടിയിരിക്കണം. 70 കിലോ ഉള്ള ആളാണെങ്കിൽ 70 ഗ്രാം പ്രോട്ടീൻ എന്തായാലും ഡെയിലി മിനിമം നമ്മുടെ ബോഡിക്ക് കിട്ടിയിരിക്കണം. മറ്റൊന്നാണ് വിറ്റാമിൻസ്, മിനറൽസ്. ഇത് മില്ലിഗ്രാം കണക്കാണ് ബോഡിക്ക് ആവശ്യമുള്ളത്. ഇത് കുറയാനും പാടില്ല, കൂടാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ബോഡിക്ക് കിട്ടിയിരിക്കണം. പിന്നെ മറ്റൊന്നാണ് ഫൈബർ. ഫൈബർ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിൻ്റെ ഹെൽത്ത്, സ്റ്റമക്കിൻ്റെ ഹെൽത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും, നമ്മുടെ ഡയറക്ഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ നമ്മുടെ വയറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫൈബർ. ഈ നാലുള്ള ഫുഡുകളിൽ നമുക്ക് മുമ്പ് നന്നായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചെങ്കിലും കിട്ടിയിട്ടുണ്ടാകും. അതിൻ്റെ ഉപയോഗം നമ്മൾ കുറച്ചപ്പോൾ തീരെ കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളം കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുടിക്കണം. ഇങ്ങനെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് കറക്റ്റായിട്ട് കിട്ടേണ്ടടുത്ത് ഇതെല്ലാം വളരെ കുറച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്തത് ഒരുപാട് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ കുറച്ച് ആവശ്യമുള്ളത് ഒരുപാട് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു, ആവശ്യമില്ലാത്തതും എത്തുന്നുണ്ട്. പക്ഷേ ആവശ്യമുള്ളത് വളരെ കുറഞ്ഞ അളവിലാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്. ഈ ഒരു ഇൻബാലൻസ്ഡ് ആയ ഫുഡ് ഹാബിറ്റാണ് നമ്മൾ ഇന്ന് ഒരുപാട് അസുഖത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മെയിൻ കാരണം. ഇന്ന് 70% അസുഖത്തിൻ്റെയും മെയിൻ റീസൺ ഈ ഒരു തെറ്റായ ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലുമാണ്. അതുപോലെ അറ്റാക്ക്, സ്ട്രോക്ക്, ബ്ലോക്ക് അടക്കമുള്ള ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള മെയിൻ റീസൺ ഇതാണ്. അതുപോലെ ഇന്ന് ഹോസ്പിറ്റൽ വിസിറ്റ് ഒരുപാട് കൂടാനുള്ള മെയിൻ കാരണം നമ്മുടെ ഈ റോങ് ഈറ്റിംഗ് ഹാബിറ്റും ലൈഫ് സ്റ്റൈലുമാണ്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പലരും പല അസുഖം വരുമ്പോൾ പലപ്പോഴും പറയുന്നത് കേൾക്കാം, ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന്. പാരമ്പര്യം ചെറിയൊരു ചാൻസ് ഉണ്ട്, ചെറിയ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് 70% നമുക്ക് അസുഖങ്ങൾ വരാനും അത് മൂർച്ഛിക്കാനൊക്കെയുള്ള മെയിൻ റീസൺ ലൈഫ് സ്റ്റൈലാണ്. ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് 70% ഇത്തരം അസുഖങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിലധികം ഒരുപാട് എത്തുന്നുണ്ട്, ആവശ്യമുള്ളത് കറക്റ്റ് കിട്ടുന്നില്ല നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല നമ്മുടെ മക്കളും ആ ഒരു തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അതുപോലെ ഓയിലി ഫുഡുകളൊക്കെ കഴിക്കുന്നു. അത് തന്നെ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് വൃത്തിഹീനമായ സ്ഥലത്ത്, വൃത്തിഹീനമായ സാഹചര്യത്തിൽ, വൃത്തിഹീനമായ രൂപത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടാണ് പലപ്പോഴും ഈ ഫുഡൊക്കെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ചില കാര്യങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ മുമ്പും ഇപ്പോഴും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ലൈഫ് സ്റ്റൈലൊക്കെ വന്നിട്ടുണ്ട്. മുമ്പൊക്കെ നമുക്കറിയാം, കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, 8-10 മാസമൊക്കെ ആകുമ്പോഴാണ് ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് ഒരു കോഴി വരുന്നത്. അതിനകത്ത് ഭക്ഷിക്കുന്നതിന് പകരം ഇന്നൊരു 30-40 ദിവസം ആകുമ്പോഴേക്ക് പൂർണ്ണ വളർച്ചയുള്ള കോഴി ആണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത്. അതുപോലെ ഫിഷ് ഫ്രഷായി കിട്ടുന്നില്ല. ഇന്ന് പലപ്പോഴും ഫിഷൊക്കെ പിടിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അതിലേക്ക് പലതും ആഡ് ചെയ്ത് കേട് വരാതിരുന്ന് ഫോർമാലിൻ അടക്കം കലർത്തിയിട്ടാണ് പലപ്പോഴും നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. പിന്നെ മറ്റൊന്ന്, മുമ്പൊക്കെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയിരുന്ന അരിയും നെല്ലും ഒക്കെയാണ് നമ്മൾ എന്താവാറുന്നത് ഭക്ഷണത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകുന്നത്. അതെല്ലാം മാറി നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ തുടങ്ങി. അതിൽ തന്നെ പലപ്പോഴും ഫേക്ക് റൈസ് അടക്കം എന്ന് വരാൻ തുടങ്ങി. അതേപോലെ മുമ്പൊക്കെ നമ്മൾ പശുവിനെ കറന്ന് അതിൻ്റെ പാല് കുടിക്കും. അതിന് ഒരു വീട്ടിൽ പശു ഉണ്ടെങ്കിൽ ആ വീട്ടുകാർ കുടിക്കും, ഇനി അയൽപക്കത്തൊക്കെ ആ വീട്ടിൽ നിന്ന് കൊടുക്കും. ഇന്നത്തെ സിസ്റ്റം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി കുപ്പി പാലിലേക്കും പാക്കറ്റ് പാലിലേക്കും എന്ത് ചെയ്തു, നമ്മൾ മാറി. അതുപോലെ ഓർഗാനിക്കായ പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു. അതെല്ലാം മാറി വിഷമടിച്ച, കീടനാശിനി അടിച്ച ഫ്രൂട്ട്സുകളും വെജിറ്റബിളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് വന്നു. ഈ ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ മുമ്പൊക്കെ അരക്കുന്നത് ഇന്നെന്ത് ചെയ്തു, അത് മിക്സിയിലേക്ക് മാറി. അരക്കുന്നത്, അതുപോലെ അലക്കുന്നത് വാഷിംഗ് മെഷീനിലേക്ക് മാറി. കുട്ടികളൊക്കെ ഓടിക്കളിച്ച് ക്രിക്കറ്റും ഫുട്ബോളെല്ലാം കളിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്ന് മാറി ഇന്ന് 2 മൊബൈൽ ഫോണിലേക്ക് മാറി, 2 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. അതേപോലെ പാടത്തും പറമ്പൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നതെല്ലാം ഇന്ന് ഡെസ്ക് ടോപ്പിൻ്റെയോ ലാപ്ടോപ്പിൻ്റെയോ മുമ്പിലേക്ക് മാറി. ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറഞ്ഞു. ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറിയപ്പോൾ നമ്മൾ നോർമൽ ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കേണ്ട നമ്മളെ ബോഡി ഓവർ വെയിറ്റിലേക്കും ഓവർ ഫാറ്റി ബോഡിയിലേക്കും മാറി. ഇങ്ങനെ മാറിയപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അതിൽ അറ്റാക്ക് പെടുന്നുണ്ട്, സ്ട്രോക്ക് പെടുന്നുണ്ട്, ചില ക്യാൻസർ വരുന്നുണ്ട്, ഇങ്ങനത്തെ മാരകമായ അസുഖങ്ങൾ. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, ഇപ്പോൾ ഷുഗർ ആകട്ടെ, BP ആകട്ടെ, കൊളസ്ട്രോൾ ആവട്ടെ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾ. അത് ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിലാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ കുട്ടികളടക്കം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഇന്ന് കേരളമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ നമ്മൾ ദിവസേന നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും നമ്മൾ അറിയുന്നതാണ്. അതുപോലെ ചെറിയ കുട്ടികൾക്കടക്കം യുവാക്കൾക്ക് ഒരുപാട് പേർക്ക് അറ്റാക്ക് വരുന്നു, അതുപോലെ തന്നെ അവർക്ക് സ്ട്രോക്ക് വരുന്നു, പെട്ടെന്ന് മരണപ്പെടുന്നു. ഇതൊക്കെ മെയിൻ വില്ലൻ ഇന്നത്തെ റോങ് ഈറ്റിംഗ് ഹാബിറ്റ്, ലൈഫ് സ്റ്റൈൽ, ഫാസ്റ്റ് ഫുഡ് സംസ്കാരമൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാൽ പോലും അതൊന്നും മാറ്റാനോ തിരുത്താനോ തയ്യാറാവാൻ നമ്മളിങ്ങനെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ ഒരു 20 വർഷം മുമ്പൊക്കെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ശരാശരി ഒരാൾക്ക് ഷുഗർ വരുന്ന പ്രായം 60 ആയിരുന്നെങ്കിൽ
20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് 20ഉം അതിൻ്റെ താഴെയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള വളരെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക, കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പല മെഡിസിൻസും എടുത്ത് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. എന്നാൽ ഈ മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഈ മെഡിസിൻ സേഫ് ആണോ എന്ന് ഡോക്ടേഴ്സ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് രോഗം വന്ന് ആളുകൾ മരിക്കുന്നതിനേക്കാളും ഇന്ന് മരിക്കുന്നത് പല മെഡിസിൻസിൻ്റെയും സൈഡ് എഫക്റ്റ് മൂലമാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അസുഖം വന്നാൽ മെഡിസിൻ എടുക്കാൻ പറ്റില്ല, മെഡിസിൻ എടുക്കേണ്ടി വരും. മെഡിസിൻ എടുത്താൽ അത് വേറെ പല പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ മെഡിസിൻ എടുക്കാതിരിക്കണമെങ്കിൽ നമുക്ക് അസുഖം വരാതിരിക്കണമെങ്കിൽ ഒരു ഹെൽത്തിയായ ഫുഡ് ഹാബിറ്റ് ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ നമ്മളിങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും പല അസുഖങ്ങൾ വരുന്നു, വെന്റിലേറ്ററിൻ്റെയും അതുപോലെ ICUയുടെ ഒക്കെ നമ്മൾ കിടക്കേണ്ടി വരുന്നു, അതിൻ്റെ സഹായത്തോടു കൂടെ ശ്വസിക്കേണ്ടി വരുന്നു, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നു. ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അന്ന് ലോകാരോഗ്യ സംഘടന ആവട്ടെ ഡോക്ടേഴ്സ് ആവട്ടെ പറയുന്നൊരു കാര്യമുണ്ട്, 70% അസുഖത്തിൻ്റെയും കാരണം നമ്മുടെ തെറ്റായ ഭക്ഷണത്തിൻ്റെ രീതിയാണ്. മിനിമം നമ്മുടെ ഭക്ഷണ രീതി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ തന്നെ 50%-ലധികം അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിലുള്ള ഓവർ വെയിറ്റ് ഫാറ്റ് കുറക്കുന്ന സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞു വരാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഓവർ വെയിറ്റ് ആകുന്ന സമയത്ത് പല ആരോഗ്യ പ്രശ്നമുള്ള സമയത്ത് നമ്മൾ വിചാരിക്കുന്ന വെയിറ്റ് കുറക്കാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നുണ്ടാവും നിങ്ങൾ വെയിറ്റ് കുറക്കണം എന്നുള്ളത്. ആ സമയത്ത് നടക്കാൻ ഇറങ്ങുന്നവരുണ്ട്, ചിലർ ഓടും, അതുപോലെ ചിലർ എക്സസൈസ് ചെയ്യും, യോഗ ചെയ്യും, ഇങ്ങനെ പല രൂപത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചിലർ ജിമ്മിൽ പോകും ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ മുമ്പ് ഒരാൾ നമ്മൾ സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, 6 മാസമായിട്ട് ഞാൻ നടക്കുന്നുണ്ട്, എക്സസൈസും ചെയ്യുന്നു, പക്ഷേ എനിക്കൊരു മാറ്റം വരുന്നില്ല. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവസാനിക്കുന്നത് അവരുടെ ഫ്രണ്ടിൻ്റെ കടയിലാണ്, ചായക്കടയിലാണ്. അങ്ങനെ നടത്തി എക്സസൈസ് കഴിഞ്ഞ് ലാസ്റ്റ് ചായക്കടയിൽ കയറി ഒരു ചായയും ഒരു എണ്ണക്കടയും കഴിക്കും. അങ്ങനെയാണ് ആ ഒരു നടത്തം അവസാനിക്കുന്നത്. അതോടുകൂടെ എന്താവും, അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് കുറച്ച് കാലറി ബേണായി പോയി, അതിനപ്പുറം എന്തായി തിരിച്ച് കയറി. ഇങ്ങനെ 6 മാസമല്ല, 1 വർഷമല്ല, എത്ര വർഷങ്ങൾ മുന്നോട്ട് പോലും റിസൾട്ട് വരില്ല. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ കൃത്യമായ ഒരു ഭക്ഷണ ക്രമീകരണം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ ഈ ഭക്ഷണ ക്രമീകരണം വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ഭക്ഷണ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് 3 ടൈമും ഒരേ ഫുഡ് മാത്രം കഴിക്കുന്ന ആളുകൾ, ചപ്പാത്തി മാത്രം അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചില 1 ടൈം ഫുഡ് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ 2 ടൈം ഫുഡ് സ്കിപ്പ് ചെയ്യും. ഇങ്ങനത്തെ ചില ആളുകൾ അങ്ങനെ പല രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫുഡ് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ചില ഫുഡുകൾ സ്കിപ്പ് ചെയ്യുക, പല രൂപത്തിൽ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ട്, മസിൽസ് ഉണ്ട്, വാട്ടുണ്ട്. വെള്ളം കൂടി നിർത്തി, വെള്ളം കുടിച്ചാൽ പോലും തടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിയിൽ ഫാറ്റ് റിമൂവ് ആകുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഫാറ്റ് പോകുന്നതിൻ്റെ പകരമായിട്ട് മസിൽ ലോസ് നമുക്ക് വരും. ബോഡിക്ക് ആവശ്യമുള്ള വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും ഫൈബറൊന്നും കിട്ടാതിരിക്കുമ്പോൾ ന്യൂട്രീഷൻസിൻ്റെ അഭാവം വരുന്ന സമയത്ത് ബോഡിയിൽ മസിൽ ലോസ് വരുന്നു. ഈ മസിൽ ലോസ് വരുമ്പോൾ എന്താവും, നമ്മുടെ ബോഡി ഒരു കോലങ്കട്ട രൂപത്തിലേക്ക് പോകാൻ തുടങ്ങും. നമുക്ക് പോഷകാഹാര കുറവ് വരും, ക്ഷീണം വരും, തലകറക്കം വരും, ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അത് വരുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഡയറ്റ് അങ്ങോട്ട് ഒഴിവാക്കാൻ. ആ സമയത്ത് എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ഫുഡിനോട് വലിയ താല്പര്യം വരും, നന്നായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങും, വീണ്ടും നമ്മൾ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ വെയിറ്റിലേക്ക് പോകും. അപ്പോൾ അത് നമ്മോട് പറയാറുണ്ട്, ഞാൻ വെയിറ്റ് കുറച്ചുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ഇരട്ടി കൂടി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്തുകൊണ്ടാണത്? കുറഞ്ഞ വെയിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം, കറക്റ്റ് ഒരു ഗൈഡൻസോട് കൂടെയല്ല, അല്ലെങ്കിൽ ഹെൽത്തി രൂപത്തിലല്ല അവർ വെയിറ്റ് ലോസ് ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പോഷകാഹാരക്കുറവ് ബോഡിക്ക് സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളിലേക്കും പോകുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മളൊക്കെ കണ്ട വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അല്ലേ. ഒരു കുട്ടി യൂട്യൂബിൽ മറ്റൊക്കെ നോക്കി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ അന്നാളവും ആമാശയൊക്കെ ചുരുങ്ങി അവർ മരണപ്പെടുകയാണ്. സങ്കടകരമായ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഡയറ്റ് എടുത്ത സമയത്ത് ബോഡിക്ക് ആവശ്യമുള്ള ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് പോഷകാഹാരം കുറയാൻ പാടില്ല. ആ കുറയാത്ത രൂപത്തിലായിരിക്കണം ഡയറ്റ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നതിൻ്റെ സൊല്യൂഷനെ കുറിച്ചാണ്. നമ്മുടെ മുമ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ, നമ്മൾ എന്തെങ്കിലും ഓവർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ ഒത്തിരി ഫാറ്റ് ബോഡിയിലുണ്ട്, അത് കുറക്കണമെങ്കിൽ എക്സസൈസ് വേണം, അത് മാത്രം പോരാ, നമ്മുടെ ഡയറ്റ് വേണം. ഡയറ്റ് എടുക്കാൻ എങ്ങനെ ഡയറ്റ് എടുത്താൽ പോരാ, പോഷകാഹാരം കിട്ടിയിട്ടുള്ള ഡയറ്റ് എടുക്കണം, എന്നാലേ ഹെൽത്തി റിസൾട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലത്തിന് കറക്റ്റ് സൊല്യൂഷൻ അതിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് 21 ഡേയ്സ് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചലഞ്ച്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് മാരത്തോൺ, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചലഞ്ച് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു പേഴ്സണൽ വെൽനസ് കോച്ച് നമുക്കുണ്ടാവും, നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ, നമ്മുടെ കഴിക്കുന്നതും അതുപോലെ കഴിക്കേണ്ടതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ നിരീക്ഷിച്ച് പറഞ്ഞു തന്ന് കൃത്യമായി ഫോളോ ചെയ്യാം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കൃത്യമായ റൂട്ട് നമുക്ക് പറഞ്ഞു തരണം, ഫോളോ ചെയ്യണം. 2, മുമ്പ് ചിലപ്പം നമ്മൾ പല ഡയറ്റും എടുത്തിട്ടുണ്ടാവും അല്ലേ, 4 ദിവസം എടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മളെ കറക്റ്റ് ഗൈഡ് ചെയ്ത് നമ്മുടെ ഗോളിലേക്കും നമ്മുടെ റിസൾട്ടിലേക്കും എത്തിക്കണമെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരു കോച്ച് വേണം, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു ഒന്നാമത്തെ ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ കോച്ച് വേണം. ഈ കോച്ചാണ് ഒരു മെഡിസിൻ തരിക, അല്ലെങ്കിൽ മെഡിസിൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുക, ഇത് രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. ഡോക്ടേഴ്സ് നമുക്ക് അസുഖം വരുമ്പോൾ മെഡിസിൻ തരും, മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു വെൽനസ് കോച്ച് നമുക്ക് അസുഖം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഭക്ഷണം നമ്മൾ കഴിക്കണം, എന്തൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇനി ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ പല അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർ അതിൽ നിന്ന് റിക്കവർ ആകാൻ, അല്ലെങ്കിൽ ഹെൽത്തി ആവാൻ എന്തൊക്കെ ഫുഡുകൾ അവർ കഴിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി നിർണ്ണയിച്ച് തരികയാണ് വെൽനസ് കോച്ച് ചെയ്യുന്നത്. അല്ലാതെ അസുഖത്തിന് മെഡിസിൻ തരികയോ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുകയോ ഒന്നുമല്ല. രണ്ടാമത്തെ ഒരു കാര്യം എക്സസൈസ് ആണ്. എക്സസൈസ് നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും നമ്മൾ തരുന്നുണ്ട്.
പലപ്പോഴും നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ, 2 ദിവസം ചെയ്യും, പിന്നെ സ്റ്റോപ്പ് ചെയ്യും, ഒരു 10 മിനിറ്റ് ചെയ്യും, പിന്നെ നിർത്തും. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ കുറച്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ വേർക്കുമ്പോഴേക്കും ഇത്ര മതി നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ തുടങ്ങി സ്റ്റോപ്പ് ചെയ്ത ആളുകളാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ലൈവ് സെഷൻസ്, സൂം ത്രൂ നമ്മൾ ലൈവ് സെഷൻസ് ആണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്ത് ആ ഒരു സമയം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഓൺലൈൻ ക്ലാസ് നമ്മൾ തരുന്നുണ്ട്. അതുപോലെ ഓഫ്ലൈൻ ക്ലാസ് വരാൻ പറ്റുന്നവർക്ക്, സൗകര്യമുള്ളവർക്കും അങ്ങനെയും നമ്മൾ തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡെയിലി നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഫോളോ അപ്പ് തരാൻ വേണ്ടി ഓൺലൈൻ ലൈവ് സെഷൻ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ എല്ലാ ദിവസവും എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും പരമാവധി നമുക്കതിൽ ജോയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ മാത്രം ലൈഫിൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ നമുക്ക് തരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏജ്, ഓരോരുത്തർ ഏജ് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ നമ്മൾ എടുക്കുന്ന വർക്ക്, നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളവർക്ക് തീരെ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ തീരെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തവർക്ക് കുറച്ച് ഫുഡ് കഴിച്ചാൽ മതിയാവും. അതുപോലെ ഏജ്, ഇങ്ങനെ ഓരോന്ന് വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് നമുക്ക് വേണ്ട ഡയറ്റ് പ്ലാൻ അവർ തരും. ഈ ഡയറ്റ് പ്ലാൻ നമുക്ക് തരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ബോഡിക്ക് ആവശ്യമുള്ള പോഷകാഹാരക്കുറവ് സംഭവിക്കരുത്. അപ്പോൾ നമുക്ക് മസിൽ ലോസ് വരും, ഫാറ്റ് ലോസ് അല്ല വരാം. എന്നാൽ കറക്റ്റ് ബോഡിക്ക് ആവശ്യമുള്ള വെള്ളം, അതുപോലെ പോഷകാഹാരം, ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു ഹെൽത്തി ഡയറ്റും ഹെൽത്തി ഫോളോ അപ്പുമാണ് വേണ്ടത്. അതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ ചില കാര്യങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡിൽ ഹൈ കാലറി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നോർമൽ കഴിക്കുന്ന ഫുഡ് അങ്ങനെ ആയിരിക്കും, ഹൈ കാലറീസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ന്യൂട്രീഷൻസ് ഇൻബാലൻസ്ഡ് ആണ്, ബാലൻസ്ഡ് ആയില്ല, ഹൈ ഫാറ്റ് ആണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓവർ വെയിറ്റിലേക്ക് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ വളരെ ഫുഡ് കുറച്ച് കാലറി ലോസ് ആയി കഴിഞ്ഞാൽ അപ്പോഴും സംഭവിക്കുന്ന പോഷകാഹാരം നിലവിലെ കുറവാണ്, അത് വീണ്ടും കുറയും അല്ലേ. ഭക്ഷണം കുറക്കുമ്പോൾ എന്താ ചെയ്യുക, നിലവിൽ കുറവാണ് പോഷകാഹാരം കിട്ടുന്നത്, ആവശ്യമില്ലാത്തത് കൂടുതലാണ്. അപ്പോൾ ആവശ്യമില്ലാത്തത് കുറയാൻ വേണ്ടി ഫുഡ് കുറക്കുമ്പോൾ അതിൻ്റെ കൂടെ ആവശ്യമുള്ളതും കൂടെ കുറയും. അപ്പോൾ ബോഡിക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ കുറയും, പ്രോട്ടീൻസ് കുറയും, വിറ്റാമിൻസ് മിനറൽസ് കുറയും. അപ്പോൾ നമ്മൾ അണ്ടർ വെയിറ്റിലേക്കും കോലം കെട്ട രൂപത്തിലേക്കും പോകും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള കാലറി, അത് ഓവർ കാലറി എത്തരുത്, ബോഡിക്ക് ആവശ്യമുള്ള കാലറീസ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എത്തണം. അതുപോലെ തന്നെ ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് എത്തണം. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസും വിറ്റാമിൻസും മിനറൽസും കറക്റ്റായിട്ട് കിട്ടുമ്പോൾ ഓവർ വെയിറ്റിലേക്കും പോവാതെ അണ്ടർ വെയിറ്റിലേക്കും പോവാതെ ഹെൽത്തി വെയിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, അതിനിടയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഹെൽത്തി സ്നാക്സ്, ലഞ്ച്, ഈവനിങ് കഴിക്കുന്ന ഹെൽത്തി സ്നാക്സ്, ഡിന്നർ തുടങ്ങിയ എല്ലാം നോക്കി വേണ്ട മാറ്റങ്ങളും വ്യത്യാസങ്ങളും വരുത്തി തന്ന് കറക്റ്റ് ചെയ്ത് തന്നിട്ടായിരിക്കും ഈ ഒരു സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ 21 ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ പോവാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മൾ കഴിക്കുന്ന ടീ അല്ലെങ്കിൽ കോഫി, ഇതൊക്കെ നമുക്കറിയാം ഒത്തിരി കാലറി വരുന്നുണ്ട്, ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്, പലതും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊന്നും മാറി നമുക്ക് കുടിക്കാൻ എനർജി ഡ്രിങ്ക്, അതിൻ്റെ ഒരു പരിഹാരം കൂടെ നമ്മൾ തരുന്നത് എനർജി ഡ്രിങ്ക്, ഹെർബൽ ടീ നമ്മൾ തരുന്നുണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് രക്തത്തിൽ ഓക്സിജൻ ഗെയിൻ ചെയ്യുന്നു, മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നു, ഫുഡ് നമുക്ക് നല്ല എനർജി കിട്ടുന്നു, ഉറക്കം കറക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്നതോടൊപ്പം നോർമൽ കഴിക്കുന്ന ടീയിലും കോഫിയിലും നമുക്ക് വരുന്ന കാലറികളോ മറ്റു പ്രശ്നങ്ങളോ ഷുഗറോ ഒന്നും നമുക്ക് വരുന്നില്ല. അതോടൊപ്പം നമ്മൾ ഫുഡ് ഒഴിവാക്കുന്ന സമയത്ത് ബോഡിക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ കുറയാതിരിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഫുഡ് കിറ്റും കൂടെ, അല്ലെങ്കിൽ ഫുഡ് റീപ്ലേസ്മെൻറ്റും കൂടെ 1 ടൈമിലേക്കുള്ളത് 21 ഡേയ്സിലേക്ക് തരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ ബോഡിക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ കറക്റ്റായിട്ട് കിട്ടും. അത് വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ഇൻക്ലൂഡ് ആണ്, അത് കറക്റ്റ് ബോഡിക്ക് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ പോഷകാഹാര കുറവില്ല, നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യാനും റിസൾട്ട് പെർഫെക്റ്റ് ആകാൻ പറ്റും. അപ്പോൾ ടോട്ടൽ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള പോഷകാഹാരം നമുക്ക് ഈ ഒരു ഡയറ്റിലൂടെ കിട്ടും. അതുപോലെ എക്സസൈസും ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈലും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കും. അതുപോലെ പേഴ്സണലൈസ്ഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോച്ചിനോട് ഓരോ ഡൗട്ടും നിങ്ങൾക്ക് ഓരോ സമയത്തും കൃത്യമായി ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ഇങ്ങനെയാകുമ്പോൾ റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ വരില്ല എന്ന് മാത്രമല്ല, ഡെയിലി നിങ്ങൾ റിസൾട്ട് നോക്കുകയും എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തി തരാനുണ്ടെങ്കിൽ അതത് സമയത്ത് വരുത്തി തരുന്നത് കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല, 100% റിസൾട്ട് കിട്ടും. ഒത്തിരി പേർക്ക് നമ്മൾ നിലവിൽ റിസൾട്ട് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എടുക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് റിസൾട്ട് എടുത്ത് കഴിഞ്ഞവരുണ്ട്. ഇതുപോലെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ചില റിസൾട്ടുകൾ നിങ്ങൾക്കൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് എൻ്റെ ഒരു കാര്യം തന്നെ പറയുകയാണെങ്കിൽ, എല്ലാവരെപ്പോഴും ഞാനും നേരത്തെ ഓവർ വെയിറ്റും ഹെൽത്തിയൊക്കെ ആയിരുന്നു. കാരണം എല്ലാവരെ പോലെ തന്നെയല്ലേ നമ്മളും ഉണ്ടാവുക. അങ്ങനെ ഓവർ വെയിറ്റ് ഹാബിറ്റ് ലൈഫ് സ്റ്റൈലൊക്കെ മൂലം ഞാൻ 27 kg ആവശ്യമുള്ളതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ഹെൽത്തി ആയിട്ട് ഡയറ്റ് എടുത്ത് ഫോളോ അപ്പ് എടുത്ത് നല്ല റിസൾട്ടിലേക്ക് എനിക്ക് എത്താൻ പറ്റും. അപ്പോൾ മുമ്പ് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ BP ഉണ്ടായിരുന്നു, നല്ല കിതപ്പായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു, എപ്പോഴും ഉറങ്ങണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി ടോട്ടലി ഹെൽത്തി ആകാൻ പറ്റി. അതോടൊപ്പം ഒത്തിരി പേർക്ക് ഹെൽത്തി ആകാൻ വേണ്ടിയുള്ള ഒത്തിരി ഡയറ്റും ഫോളോ അപ്പ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് റിസൾട്ട് നിങ്ങൾക്ക് കാണാം. മൊത്തത്തിൽ ഇപ്പോ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വെയിറ്റ് കുറഞ്ഞു? മൊത്തത്തിൽ എത്ര വെയിറ്റ് കുറഞ്ഞു? എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ 77.400 ആയിരുന്നു, 77.40. ഇപ്പം 21.350 ഓക്കെ, 21 കിലോയിലധികം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? വെയിറ്റ് കുറഞ്ഞു. അതെ, വെയിറ്റ് ഉള്ള സമയത്ത് എനിക്ക് നടക്കുന്നതിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നെഞ്ചുവേദന, എപ്പോഴും നെഞ്ചുവേദന വരുമായിരുന്നു. പിന്നെ തോളുവേദന, മുതുവേദന, നടുവേദന, മുട്ടുവേദന, പിന്നെ നീർക്കെട്ടുണ്ടായിരുന്നു, ശരീരത്തിൽ ഫുള്ള് നീർക്കെട്ടായിരുന്നു. അപ്പൊ അതെല്ലാം നല്ല മാറ്റമുണ്ട്. ഒരു 90% മാറി എനിക്ക്. ഇപ്പൊ നടക്കുന്നതിന് ജോലി ചെയ്യുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല, സ്റ്റെപ്പ് കയറുന്നതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ നെഞ്ചിന് കിതപ്പുണ്ടായിരുന്നു, കിതപ്പൊക്കെ മാറി. സ്റ്റെപ്പ് കയറുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ചേഞ്ച് ഉണ്ട്. ഇത്ര അസുഖങ്ങളൊക്കെ പറഞ്ഞല്ലോ, അത് എത്ര കാലം ഉണ്ടായിരുന്നു ബോഡിയിൽ? നടുവേദനയൊക്കെ തുടങ്ങിയിട്ട് ഇനി ഒരു 10-30 വർഷമെങ്കിലും ആവും. പിന്നെ മുട്ടുവേദന
10-15 വർഷമെങ്കിലും ആവുമെന്ന് തോന്നുന്നു മുട്ടുവേദനയൊക്കെ തുടങ്ങിയിട്ട്. എനിക്ക് ഫ്ലൂയിഡ് ഇല്ലെന്നാണ് പറഞ്ഞത് ഡോക്ടർ. ഇപ്പൊ വണ്ണം കുറയ്ക്കണം, വണ്ണം കുറച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു ഡോക്ടർ. വണ്ണം എങ്ങനെ കുറയ്ക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഓൺലൈനായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമ്മുടെ ഡയറ്റും വർക്കൗട്ടും എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു. 21 സംതിങ് വെയിറ്റ് കുറച്ചു. ആ സമയത്ത് 15 വർഷമായിട്ട് 30 വർഷമായിട്ടൊക്കെ ഉണ്ടായ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസുകൾ നോർമൽ ആകാൻ പറ്റി അല്ലേ? ആ ഞാൻ അഹമ്മദ് കബീർ, പഴയ വാണിയമ്പലം. ഞാൻ ഇവിടെ വരുമ്പോൾ 93 കിലോനായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിലൂടെ വരുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 81, ഇന്ന് 81 കിലോനായി മാറി. നല്ല മാറ്റമാണ് എല്ലാം കൊണ്ടും. ഷുഗർ, പ്രഷർ, പിന്നെ പൊതുവെ ശരീരത്തിന് ഒരു പ്രത്യേകത തോന്നും. വെള്ളം കുടിക്കണം, അതുപോലെ നടക്കണം, എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയണമൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് മാറ്റങ്ങൾ എത്രയോ വേഗം ഉണ്ടാവും. അതിനൊരു അനുഭവമാണ് ഇപ്പോൾ എനിക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളെ മുന്നിൽ വരാൻ കാരണം. പിന്നെ നമ്മളെ ഭക്ഷണത്തിലുള്ള ക്രമീകരണമാണ് ഏറ്റവും വലുത്. അപ്പോഴാണ് തന്നെ ഡോക്ടർ ചെല്ലുമ്പോൾ ഡോക്ടറിനെ എന്നോട് പറഞ്ഞു എന്താ നിങ്ങൾ ചികിത്സ ചെയ്യുന്നത് വെച്ചു. അപ്പം കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നല്ല മാറ്റമാണ്. പിന്നെ സാറ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സും തരുന്നുണ്ട്. അതിലൊക്കെ ഒന്ന് പങ്കെടുത്തു കഴിഞ്ഞാൽ വളരെ മാറ്റങ്ങൾ വരും. ഞാൻ അടി കൂടിക്കഴിഞ്ഞാൽ നടക്കുമ്പോൾ നമുക്ക് നമ്മളെ തുടങ്ങും. ഇതൊക്കെ എനിക്ക് അനുഭവമാണ്. ഇപ്പൊ അതൊക്കെ മാറി. രജനി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ദിവസമായി നമ്മുടെ ഈ ഒരു ഡയറ്റിലേക്ക് വന്നിട്ട്? 50 ദിവസം കൊണ്ട് എത്ര റിസൾട്ട് കിട്ടി? ടോട്ടൽ എത്ര വെയിറ്റ് കുറഞ്ഞു? ടോട്ടൽ ഒരു 7 കിലോയോളം കുറഞ്ഞു. 7 കിലോയിൽ കൂടുതൽ കുറഞ്ഞു. 7 കിലോയിലധികം കുറഞ്ഞിട്ടുണ്ട് അല്ലെ? സ്റ്റാർട്ട് ചെയ്യുമ്പോ വെയിറ്റ് എത്രയായിരുന്നു? സ്റ്റാർട്ട് ചെയ്യുമ്പോ 73-35 ആയിരുന്നു. 73-350 അല്ലെ? ഇന്നത്തെ വെയിറ്റ് എത്രയാ? വെയിറ്റ് 66. ഡയറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു? മുൻപെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ പെടലിക്ക് വേദന ഉണ്ടായിരുന്നു. വലത് കൈ കഴപ്പ് വരുമായിരുന്നു ഇടയ്ക്കൊക്കെ സന്ധ്യ കഴിയുമ്പം. അപ്പൊ ഷേക്കൊക്കെ എടുത്ത് തുടങ്ങി ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേ അതൊക്കെ നല്ല കുറഞ്ഞു. നടുവേദനയൊന്നും ഇല്ല. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് 10 ദിവസം ആയപ്പോഴേക്കന്നെ മാറ്റങ്ങൾ വന്നു അല്ലേ? മാറ്റങ്ങൾ വന്നു. ഓക്കെ. ഇപ്പൊ ബോഡിയുടെ അവസ്ഥ എന്താ? ആ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പൂർണ്ണമായിട്ട് മാറിയോ? ഹെൽത്ത് ഇഷ്യൂ എല്ലാം മാറി. ഇപ്പൊ നല്ല ഉഷാറാണ്. എപ്പോഴും ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേന്ന് വെച്ചാൽ അങ്ങ് ക്ഷീണോ, എന്തെങ്കിലും ഒരു ഇത്തിരി ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്ഷീണോ, എവിടെയെങ്കിലും കിടക്കണം, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുള്ള ഒരു പ്രശ്നവും ഇല്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ വളരെ സന്തോഷവാനായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോക്ക് വരുന്നത്. എൻ്റെ പേര് നൗഷാദ് അലി ആണ്. ഞാൻ വണ്ടൂരാണ്. എൻ്റെ വയസ്സ് 44 ഞാൻ അസവ സെൻ്റർ എന്ന സ്ഥലത്താണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ തുടക്കം എൻ്റെത് 116-800 ഗ്രാം തൂക്കമായിരുന്നു. അതിപ്പോൾ 2.5 മാസമായി ഞാനത് വർക്കൗട്ടിലൂടെ ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് 102 കിലോനായിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. ആരോഗ്യത്തിന് കുറേ ആശ്വാസം കിട്ടിയിട്ടുണ്ട്. കുറേ അല്ല, 90% എൻ്റെ കിതപ്പ് കാര്യങ്ങളെല്ലാം വിട്ടുമാറിയിട്ടുണ്ട്. കുറേ മെഡിസിൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. പ്രഷറിന് കഴിച്ചിരുന്നു, ഷുഗർ കഴിച്ചിരുന്നു, അതുപോലെ തന്നെ കൊളസ്ട്രോളും ഞാൻ കഴിച്ചിരുന്നു. അതെല്ലാം വളരെയധികം കുറഞ്ഞ് നോർമലായി. ഇന്ന് ഞാൻ മെഡിസിൻ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം ഡോക്ടറുടെ ഉപദേശപ്രകാരമായിട്ടാണ് ഞാൻ മെഡിസിൻ ഒഴിവാക്കിയിട്ടുള്ളത്. എനിക്ക് സ്ഥിരമായിട്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാളെ ചികിത്സയിലായിരുന്നു ഞാൻ ഷുഗർ, കൊളസ്ട്രോള്, പ്രഷറിനൊക്കെ ഗുളിക കഴിച്ചിരുന്നു. ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ അതൊന്നും കഴിക്കില്ല. ഇപ്പോഴും ഞാൻ ഇന്ന് ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ചെക്ക് ചെയ്തപ്പോൾ നോർമലാണ്, വളരെയധികം കുറവായിട്ടാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വർക്കൗട്ട് കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും 100% ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. പേര് സിജി. ഞാൻ UK-ലാണ് താമസിക്കുന്നത്. സാറിന്റെ ഫോളോ അപ്പോട് കൂടിയാണ് എനിക്ക് ഇത്രയും ഹെൽത്തി ആവാൻ പറ്റിയത്. എൻ്റെ ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 80 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 63 കിലോ ആയിരുന്നു. അപ്പം 17 കിലോ ആയിരുന്നു എനിക്ക് എക്സസ് ഉണ്ടായിരുന്നത്. ഈ 17 കിലോ 2.5 മാസം കൊണ്ട് ഞാൻ കുറച്ചു. അത് കുറച്ചത് സാറ് പറഞ്ഞത് അതുപോലെ തന്നെ ഫോളോ ചെയ്തു. നമ്മുടെ ഫുഡിലൊരു മാറ്റം വരുത്തി. അതുപോലെ കൃത്യമായിട്ട് ഞാൻ വ്യായാമം ചെയ്തു. അങ്ങനെയാണ് ഞാൻ മാറ്റം വരുത്തിയത്. അതുപോലെ എനിക്ക് ഒത്തിരി മുട്ടിന് വേദന ഉണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടി. ശ്വാസം മുട്ടലുണ്ടായിരുന്നു.
അതിലുപരി ഞാൻ എക്സ്ട്രാ ടയേർഡായിരുന്നു, എപ്പോഴും കിടക്കും, ഉറക്കം കുറവാ പക്ഷെ എപ്പോഴും ടയേർഡായിരുന്നു. ഇപ്പൊ രാവിലെ ഒരു 5:30-6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 12 മണി വരെ ഞാൻ ബെഡിലേക്ക് പോവാൻ, ആകെ ഉറങ്ങാൻ സമയത്ത് മാത്രമേ ബെഡിലേക്ക് പോകാൻ. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കിടപ്പായിരുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു റിസൾട്ട് ഷെയർ ചെയ്തതിന്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് റിസൾട്ട് കണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിൽ ഒരുപാട് പേര് അസുഖം മാറിയതും മറ്റൊക്കെ പറയുന്നുണ്ട്. അസുഖം മാറാൻ നമ്മൾ പ്രത്യേകം മെഡിസിൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടോ ഒന്നും അല്ല. കാരണം നമ്മൾ മെഡിസിൻ കൊടുക്കുന്നില്ല, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല. മറിച്ച് അവർക്ക് അസുഖം മാറാനുള്ള കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും റോങ് ഈറ്റിംഗ് ഹാബിറ്റ് കൊണ്ടും വന്ന അസുഖങ്ങൾ അത് കറക്റ്റ് ചെയ്യുമ്പോൾ ആ അസുഖങ്ങൾ നോർമൽ ആവുകയാണ് ചെയ്യുക. അത് നോർമൽ ആകുമ്പോൾ നമ്മൾ അവരുടെ മെഡിസിൻ കുറക്കാനോ സ്റ്റോപ്പ് ചെയ്യാനോ പറയില്ല. ആരാണ് അവർക്ക് മെഡിസിൻ കൊടുത്ത ഡോക്ടേഴ്സ് അവരെ കണ്ട് മെഡിസിൻ കുറയ്ക്കുകയോ സ്റ്റോപ്പ് ചെയ്യുകയാണ് നമ്മൾ പറയാറ്. ഈ നമ്മൾ ഭക്ഷണത്തിലെ ക്രമീകരണ ഡയറ്റ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഓവർ വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ല എൻ്റെ വെയിറ്റോ കറക്റ്റാണ്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എനിക്ക് വേണം, അസുഖങ്ങൾ വരാത്ത ലൈഫ് എനിക്ക് കൊണ്ടുപോകണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് എല്ലാവരും വയസ്സാവും, ജനിച്ചാൽ എന്തായാലും വയസ്സാവും, എന്തായാലും നമ്മൾ മരിക്കും ചെയ്യും, വയസ്സാവും. പക്ഷേ ആ വയസ്സാകുന്നത് ഹെൽത്തി ആയിട്ട് പ്രായമാവണം. ഒരുപാട് മെഡിസിൻസ് എടുത്ത് ലൈഫ് ഇങ്ങനെ തള്ളി നീക്കേണ്ട അവസ്ഥ വരണ്ട എന്നുണ്ടെങ്കിൽ, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസായ പല അസുഖങ്ങൾ വന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്ന് ഇപ്പോൾ ഷുഗർ ആവട്ടെ, BP ആകട്ടെ, കൊളസ്ട്രോൾ ആവട്ടെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലും കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ആളുകൾക്കും നമ്മോട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ നല്ല ലുക്കായി നിൽക്കണം, ഫിറ്റായിട്ട് ബോഡി നിലനിർത്തണം എന്നുള്ളവർക്കും തുടങ്ങി നിങ്ങൾക്ക് ഹെൽത്തിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തണം, അല്ലെങ്കിൽ ഹെൽത്തി ആവണം, വെയിറ്റ് കുറക്കണം, വെയിറ്റ് കൂട്ടണം, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങളുടെ നിലവിലെ ഈറ്റിംഗ് ഹാബിറ്റ്, ലൈഫ് സ്റ്റൈൽ, ഹെൽത്ത് കണ്ടീഷൻ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയുടെ ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്തു തരും. 100% റിസൾട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്ന രൂപത്തിലുള്ള ഒരു ഫോളോ അപ്പും ഗൈഡൻസും ആയിരിക്കും നമുക്കുണ്ടാവുക. അപ്പോൾ ഇത് ബെസ്റ്റ് ചാൻസാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനും നല്ലൊരു ഈറ്റിംഗ് ഹാബിറ്റിലേക്ക് വരാനും ലൈഫ് സ്റ്റൈലിലേക്ക് വരാനും. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓവർ വെയിറ്റിലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഫാറ്റി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെറിയ അസുഖങ്ങൾ മുതൽ വലിയ അസുഖങ്ങളും മാരക അസുഖങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ആവുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഓവർ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റും വെയിറ്റൊക്കെ കുറയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടെ ഈറ്റിംഗ് ഹാബിറ്റ്, ലൈഫ് സ്റ്റൈൽ, ഹെൽത്ത് കണ്ടീഷൻ, അതുപോലെ നിലവിൽ എത്ര വെയിറ്റ് കൂടുതലുണ്ട്, എത്ര വെയിറ്റ് കുറവുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം. ബൈ.